മാർപ്പാപ്പ ലിയോ 14 ഇസ്താംബൂളിലെ ചരിത്രപ്രസിദ്ധമായ ബ്ലൂ മോസ്ക് സന്ദർശിച്ച വാർത്തയിലെ ഹൈലൈറ്റ് അദ്ദേഹം ഷൂ അഴിച്ചാണ് പള്ളിയിലേക്ക് കയറിയത് എന്നാണ്. മുസ്ലിം ആരാധനാലയത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആദരവിൻ്റെ സൂചനയാണത്രേ അങ്ങനെ ചെയ്തത്. ഇതിപ്പം അത്ര വലിയ കാര്യമാണോ? നമ്മുടെ നാട്ടിലെ ഒരുപക്ഷെ എല്ലാ മതങ്ങളുടെയും ആരാധനാലയങ്ങളിൽ ചെരുപ്പും ഷൂവും ഒക്കെ അഴിച്ചു മാത്രമേ പ്രവേശിക്കാൻ കഴിയൂ. ഒരുപക്ഷെ യൂറോപ്പിലും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളിലും അത് നിർബന്ധമായിരിക്കണമെന്നില്ല. അതുകൊണ്ടായിരിക്കാം അത് വലിയ ഒരു വാർത്താ പ്രാധാന്യം കിട്ടിയത്. എന്തായാലും ഷൂ അഴിച്ചാണ് പള്ളിയിലേക്ക് കയറിയത് എന്നതിനേക്കാൾ കുറച്ചുകൂടി ശ്രദ്ധാർഹമായത് പോപ്പ് ലിയോ പള്ളിക്കകത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ വിസമ്മതിച്ചു എന്നതാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ്, അതായത് നവംബർ 29 ലിയോ തുർക്കി സന്ദർശിക്കുന്നത്. മാർപ്പാപ്പയായതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ വിദേശയാത്രയായിരുന്നു അത്. പോപ്പ് തുർക്കി സന്ദർശിച്ചത് ചരിത്ര പ്രസിദ്ധമായ നൈസിയ ചർച്ച് കൗൺസിലിൻ്റെ 1700 വാർഷികാചരണത്തിൻ്റെ ഭാഗമായാണ്. പുരാതന ഗ്രീസിൻ്റെ ഭാഗമായിരുന്ന, എന്നാൽ ഇന്ന് തുർക്കി രാജ്യത്ത് ഉൾപ്പെട്ട നൈസിയയിൽ AD 325 ആ കൗൺസിൽ നടന്നത്. ആ കൗൺസിൽ അംഗീകരിച്ച വിശ്വാസ പ്രമാണം നൈസിൻ ക്രീഡ് എന്നറിയപ്പെടുന്നു. അതാണ് ദൈവത്തെ, യേശുക്രിസ്തുവിനെ, പരിശുദ്ധാത്മാവിനെ ഒക്കെ സംബന്ധിച്ച ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളെ തന്നെ രൂപപ്പെടുത്തിയത്. നവംബർ 28 ഈ കഴിഞ്ഞ മാസം നടന്ന നൈസിയ കൗൺസിലിൻ്റെ 1700 വാർഷിക ആചരണ പരിപാടിയിൽ ലിയോ ഏറ്റവും കൂടുതൽ ഊന്നിയത് ക്രിസ്ത്യാനികളിൽ ഉണ്ടാവേണ്ട ഐക്യത്തിൻ്റെ ആവശ്യകതയാണ്. പിന്നെ പേരെടുത്തൊന്നും പറയാതെ മതത്തിൻ്റെ പേരിൽ നടക്കുന്ന അക്രമത്തെയും അദ്ദേഹം അപലപിച്ചു എന്നാണ് റിപ്പോർട്ട്. ഒരുപക്ഷെ അദ്ദേഹം നൈജീരിയ ആയിരിക്കുമോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നറിയില്ല, ഒരുപക്ഷെ ആയിരിക്കാം. എന്തായാലും ബ്ലൂ മോസ്കിൽ ആകെ 20 മിനിറ്റ് മാത്രമാണ് പോപ്പ് ചെലവഴിച്ചത്. സന്ദർശന വേളയിൽ അവിടുത്തെ മുഅസ്സിൻ, അതായത് ബാങ്ക് വിളിക്കുന്ന ആൾ, പോപ്പിനോട് അവിടെ വെച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇല്ല എന്ന മറുപടി പറയുകയും താൻ ഈ പള്ളി സന്ദർശിക്കുന്നതിൽ മാത്രമാണ് താല്പര്യമെന്ന് അറിയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായ പോപ്പ് ഫ്രാൻസിസ് 2014 ഈ പള്ളി സന്ദർശിക്കവേ അവിടെ വെച്ച് നിശബ്ദ പ്രാർത്ഥന നടത്തിയിരുന്നു. 17-ാം നൂറ്റാണ്ടിൽ പണിത ബ്ലൂ മോസ്കിനേക്കാൾ ചരിത്ര പ്രാധാന്യമുള്ള മറ്റൊരു കെട്ടിടം ആ പള്ളിയുടെ തൊട്ടടുത്തുണ്ടായിരുന്നു. എന്നാൽ പോപ്പ് ലിയോ ആ കെട്ടിടം സന്ദർശിച്ചില്ല. അപ്രധാനമല്ലാത്തതാണ് ആ സന്ദർശിക്കാതിരിക്കൽ എന്നോർക്കുക. ഏകദേശം ഒരു സഹസ്രാബ്ദത്തോളം ക്രിസ്തുമതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിൽ ഒന്നായിരുന്നു ഹാഗിയ സോഫിയ. അതായത് ഓട്ടോമൻ സുൽത്താൻ മെഹമ്മദിൻ്റെ സൈന്യം ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിൾ, അതായത് ഇന്നത്തെ ഇസ്താംബൂൾ, 1453 മുസ്ലിം സൈന്യം പിടിച്ചെടുക്കുന്നത് വരെ. അന്ന് കോൺസ്റ്റാന്റിനോപ്പിളിൽ കൊല്ലപ്പെട്ടവരിൽ ഈ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ചക്രവർത്തിയായ ഡ്രാഗസസും ഉണ്ടായിരുന്നു. അന്ന് തൊട്ടാണ് ആ ക്രിസ്ത്യൻ ദേവാലയം മുസ്ലിം പള്ളിയായി പരിവർത്തനം ചെയ്യപ്പെട്ടത്. ഒന്നാം ലോക മഹായുദ്ധത്തോടെ ഓട്ടോമൻ ഖിലാഫത്ത് സാമ്രാജ്യം ഇല്ലാതാവുകയും തുർക്കി ഒരു സെക്കുലർ റിപ്പബ്ലിക് ആവുകയും ചെയ്തു. അവരാണ്, അതായത് സെക്കുലർ റിപ്പബ്ലിക്കിൻ്റെ അധികാരികളായ തുർക്കി നേതാക്കന്മാരായിരുന്നു പിന്നീട് ഹാഗിയ സോഫിയ എന്ന ക്രിസ്ത്യൻ
കത്തീഡ്രലായിരുന്ന പിന്നീട് മുസ്ലിം പള്ളിയായി മാറ്റിയ ഹാഗിയ സോഫിയെ ഒരു മ്യൂസിയമായി മാറ്റിയത്. 2020 തുർക്കിയുടെ ഇപ്പോഴത്തെ ഇസ്ലാമിസ്റ്റ് പ്രസിഡൻ്റായ തയ്യിപ്പ് എർഡഗൻ നേതൃത്വം കൊടുക്കുന്ന തുർക്കി ഭരണകൂടം ഹാഗിയ സോഫിയെ വീണ്ടും പള്ളിയായി മാറ്റി. ഇപ്പോൾ പോപ്പിൻ്റെ ഈ സന്ദർശന വേളയിൽ ആ ചരിത്രപ്രധാന കെട്ടിടം സ്കിപ്പ് ചെയ്തത് ഒരുപക്ഷെ നിശബ്ദമായ ഒരു പ്രതിഷേധമായിരിക്കണം. 2014 അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായ പോപ്പ് ഫ്രാൻസിസ് ഹാഗിയ സോഫിയ സന്ദർശിച്ചിരുന്നു. എന്നാൽ അത് വീണ്ടും പള്ളിയായി മാറ്റിയപ്പോൾ അത് തനിക്ക് വലിയ വേദനയുണ്ടാക്കിയെന്ന് ഫ്രാൻസിസ് പറഞ്ഞിരുന്നു. അധിനിവേശ ഓട്ടോമൻ ഖിലാഫത്തിൻ്റെ യൂറോപ്പ് അധിനിവേശ പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലാൻഡ്മാർക്കായിരുന്നു പിന്നീട് ഇസ്താൻബുൾ എന്നായ കോൺസ്റ്റാന്റിനോപ്പിൾ. ഓട്ടോമൻ ഖിലാഫത്തിൻ്റെ യൂറോപ്പ് അധിനിവേശം എന്ന വളരെ ആംബിഷ്യസ് ആയിട്ടുള്ള പദ്ധതിയാണ് ഒരുപക്ഷെ ആ സാമ്രാജ്യത്തെ കുഴിയിൽ ചാടിച്ചത്. 1683 വിയന്ന നഗരം പിടിച്ചെടുക്കാൻ വൻ സന്നാഹത്തോടെ പോയ ഓട്ടോമൻ സൈന്യം തിരിഞ്ഞോടി എന്നതാണ് ചരിത്രം. ഓട്ടോമൻ സൈന്യത്തെ നയിച്ച ഗ്രാൻഡ് വിസിയർ, അതായത് പ്രധാനമന്ത്രി കാരാ മുസ്തഫ, ക്രിസ്ത്യൻ സൈന്യത്തിൻ്റെ ചെറുത്തുനിൽപ്പിന് മുന്നിൽ ഭയന്ന് വിറച്ച് ഒളിച്ചോടുകയാണ് ചെയ്തത് എന്നതാണ് ചരിത്രം. ആ തോൽവി ഉണ്ടായതിനു ശേഷം 3 മാസം കഴിഞ്ഞ് ഒരു ഡിസംബർ 25, 1683 ഡിസംബർ 25 ഈ കാരാ മുസ്തഫ എന്ന ഗ്രാൻഡ് വിസിയർ ബെൽഗ്രേഡിലെ, അതായത് ഇന്നത്തെ സെർബിയയുടെ തലസ്ഥാനമായ ബെൽഗ്രേഡ്, അവിടുത്തെ തൻ്റെ കോട്ടയിൽ വെച്ച് ഉച്ച പ്രാർത്ഥന നടത്തുമ്പോൾ ഓട്ടോമൻ സുൽത്താൻ്റെ കൽപ്പനയുമായി 2 ദൂതന്മാർ അവിടെ എത്തി. അയാളുടെ ആത്മാവിനെ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കാനുള്ള കൽപ്പനയുമായാണ് അവരെത്തിയത്. കാരാ മുസ്തഫ അപ്പോൾ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന പൂർത്തിയാക്കുന്നതുവരെ ദൂതന്മാർ കാത്തിരുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം കാരാ മുസ്തഫ തൻ്റെ അധികാര വേഷം മാറ്റി. അതിനുശേഷം തൻ്റെ കഴുത്ത് കയറിട്ട് മുറുകിക്കൊല്ലാൻ ആരാച്ചാർക്ക് അനുവാദം നൽകി. കാരാ മുസ്തഫയുടെ മുറിച്ചു മാറ്റിയ ആ ശിരസ് സുൽത്താൻ മെഹമ്മദ് 4 അയച്ചു കൊടുക്കുകയും ചെയ്തു. ബെൽഗ്രേഡിൽ സുൽത്താൻ്റെ ആരാച്ചാർ കാരാ മുസ്തഫയെ കൊല്ലുമ്പോൾ വിയന്നയിലെ ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കുകയായിരുന്നു. ഓട്ടോമൻ സൈന്യം തങ്ങളുടെ നഗരത്തെ ആക്രമിക്കുമെന്ന ആശങ്കയേതുമില്ലാതെ അവർ ക്രിസ്മസ് ആഘോഷിക്കുകയായിരുന്നു. ഇന്ന് പോപ്പ് ലിയോ ഈ ഇസ്താംബുൾ സന്ദർശിക്കുമ്പോൾ യൂറോപ്പ് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. യൂറോപ്പിൻ്റെ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി തന്നെ എത്ര കാലം നിലനിൽക്കും എന്ന ഒരു ചോദ്യം നിലനിൽക്കുന്ന ഒരു അവസരത്തിലാണ് പോപ്പ് ലിയോ ഇസ്താംബുൾ സന്ദർശിക്കുന്നത്. അതായത് യൂറോപ്പിൻ്റെ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി എന്നത് ഇന്ന് ഏതാണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്.